ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത് ചൂര പുളിയും മുളകും കറിയാണ്. അപ്പോൾ നമുക്ക് അതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. ഈ ചൂര കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ചൂര, ഒരു മീഡിയം സൈസ് ചൂരയാണ്, അത് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി കറി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇരുമ്പ് കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്ക് 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കാം. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ഉലുവയും കൂടെ ചേർത്ത് കൊടുക്കാം. ഒപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചതച്ച് വച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇത്രയും ചേർത്ത് ഇത് നമുക്ക് നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇതിൻ്റെ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിക്കിട്ടി ഇതിൻ്റെ കളർ ചേഞ്ച് വരുന്നത് വരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നമുക്ക് മൂപ്പിച്ചെടുക്കാം. ഇതിന് കളർ ചേഞ്ച് വന്നതിന് ശേഷം ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1.5 ടീസ്പൂൺ ഫിഷ് മസാലയുമാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് നമുക്ക് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കാം. ഇതെല്ലാം നമ്മൾ വഴറ്റേണ്ടത് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെയാണ്, കാരണം മസാല നമ്മൾ കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുകയും വേണം. അതിനുശേഷം 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമുക്ക് 1 നാരങ്ങ വലിപ്പത്തിലുള്ള പുളി ഇതിലോട്ട് ഇട്ട് കൊടുത്ത് ഇതും നമുക്ക് നല്ലോണം ഒന്ന് കൈകൊണ്ട് പിഴിഞ്ഞ് എടുക്കാം. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന മസാലയിലോട്ട് നമുക്ക് ഈ പുളിവെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം തന്നെ വീണ്ടും 1/2 ബൗൾ നിറയെ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് നമുക്ക് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നല്ലതുപോലെ തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ആവശ്യത്തിനനുസരിച്ച് ഉപ്പും കൂടെ ഇട്ട് അടച്ചു വെച്ച് വേവിക്കാം. തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടും തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ അടപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം ഇത് കുറച്ച് വെച്ച് ഒരു 15 മിനിറ്റ് നമുക്ക് ഈ കറി കുറുക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചൂര പുളിയും മുളകും കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. കപ്പയ്ക്കായിരുന്നാലും ചോറിനായിരുന്നാലും നല്ല ബെസ്റ്റ് കറിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിലൂടെ അറിയിക്കുക. നമ്മുടെ ചാനൽ മറക്കാതെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.